ഒരു ഗ്ലാസ് പുട്ടുപൊടി അത് ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് അതേ അളവിൽ വെള്ളം കൊടുക്കുക. കുറച്ച് ഉപ്പിടുക, വളരെ കുറച്ച്, പാകത്തിന് ഉപ്പ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയ ശേഷം ഇതേ അളവിൽ വെള്ളം എടുക്കുക. പുട്ടുപൊടി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ വെള്ളം എടുത്താൽ മതി. അപ്പോൾ പുട്ട് വളരെ പെർഫെക്റ്റായിട്ട് കിട്ടും. ഒന്ന് മിക്സാക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം പുട്ടുണ്ടാക്കിയാൽ മതി. ഓക്കെ, വളരെ പെർഫെക്റ്റായിട്ട് കിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മളത് ശരിക്ക് ഇളക്കി കൊടുക്കണം, ഇളക്കി മിക്സാക്കണം. ശരി, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് തേങ്ങ എടുക്കുക. നമ്മളത് നിറച്ച് കൊടുക്കണം. തേങ്ങ എടുക്കുക, ശരിക്ക് അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഉണ്ടാവണമെന്നെങ്കിൽ പുട്ട് തിന്നാനോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതേപോലെ തന്നെ സ്പൂണിനാകുമ്പോൾ ഒരു 3 സ്പൂൺ, സ്പൂണിനനുസരിച്ച് ആക്കിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് ചെയ്യരുത്, പതുക്കെ പ്രസ് ചെയ്യാനേ പാടുള്ളൂ. പോരായ്കൾ നടത്തി കൊടുക്കുക. എന്നിട്ട് ഈ പതുക്കെ പ്രസ് ചെയ്താൽ എന്താ വെച്ചാൽ പുട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ കുത്തുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോവുകയൊന്നും ചെയ്യില്ല. ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. അത് പ്രസ്സാക്കണില്ല, പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ പുട്ട് നന്നായി ആവി വന്നിട്ട് ഇനി അതെടുത്ത് കുത്താം. ഇതാ ഇങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബായ്. അപ്പോൾ ഇന്നത്തെ കോമ്പിനേഷൻ പുട്ടും പപ്പടും പഴവും ഇങ്ങനെ ഉണ്ടാവും.